ഹായ്, വീണാസ് മാജിക് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ് വേപ്പിലക്കട്ടി. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ചമ്മന്തിപ്പൊടി തയ്യാറാക്കുന്നതിന് ഞാനിവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് ഒരു തേങ്ങ ചിരകിയതാണ് അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. തേങ്ങയൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ വേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഉഴുന്നുപരിപ്പും തേങ്ങയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വാളംപുളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, ഇത്രയും ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത മസാലകളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറി വരണം. അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഈ ഒരു പരുവമാവുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമുക്കിനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമ്മൾ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ആ പാത്രത്തിൻ്റെ ഒരു ചൂടിൽ ചിലപ്പോൾ മുളക് പൊടി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ തണുക്കുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പം നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത് മുഴുവനായിട്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് പൊടിച്ചെടുക്കാം. മിക്സിയിൽ നമ്മൾ നിർത്തി വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഒറ്റയടിക്ക് പൊടിക്കരുത്. നമ്മൾ കുറേശ്ശെയായിട്ട് പൊടിച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് പൊടിയരുത്. ഒരു തരിയോട് കൂടി വേണം നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ വേപ്പിലക്കട്ടി ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറുമ്പോൾ നമുക്കിതൊരു കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്